കളിയിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയത് രജിൻ രവീന്ദ്രയായിരുന്നു. താരത്തിന് തന്നെയാണ് ഗോൾഡൻ ബാറ്റ് സമ്മാനം കിട്ടിയത്. രവീന്ദ്ര ഒരു ഇന്ത്യൻ വംശജനാണ്. അതിന്റെ കരുത്ത് താരം കാണിക്കുന്നുണ്ട്. അത്ര മികച്ച കളിയാണ് രവീന്ദ്ര പുറത്തെടുക്കുന്നത്. ഇന്നലെ രവീന്ദ്ര മാൻ ഓഫ് ദി ടൂർണമെന്റ് ആയ ശേഷം ഗോൾഡൻ ബാറ്റ് ഏറ്റുവാങ്ങിയിരുന്നു. അതിനുശേഷം രവീന്ദ്ര ചെയ്തൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രവീന്ദ്ര മാൻ ഓഫ് ദി ടൂർണമെന്റ് ആയ ശേഷം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ത്യക്കെതിരെ കളി ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരു ടൂർണമെന്റിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ എനിക്ക് സാധിച്ചു. ഇന്ത്യ ജയിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനും ഒരു ഇന്ത്യൻ വംശജനാണ്. ഞാൻ ഇന്ത്യക്കാരുടെ കളിയാണ് നോക്കിക്കാണാറ്, പ്രത്യേകിച്ച് കോഹ്ലിയുടെ. അതുകൊണ്ട് ഈ ഒരു ഗോൾഡൻ ബാറ്റ് കോഹ്ലിക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നേക്കാൾ ഇതിന് യോഗ്യൻ കോഹ്ലി തന്നെയാണ്. ഇന്ത്യക്കെതിരെ ജയിക്കാൻ സാധിക്കില്ലെന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അത്രയും മികച്ച ടീമാണ് ഇന്ത്യ. ഞാനിത് നേരത്തെ വില്യംസണുമായിട്ട് സംസാരിച്ചതാണ്. വേറെ ഏത് ടീമിനെ വേണമെങ്കിലും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും, പക്ഷേ ഇന്ത്യക്കെതിരെ ജയിക്കാൻ സാധിക്കില്ല. അതെനിക്ക് ഉറപ്പായിരുന്നു. കളി തോറ്റതിൽ നിരാശയുണ്ടെന്നും വരാൻ പോകുന്ന സീരീസുകളിൽ മികച്ച കളി കാഴ്ചവെക്കുമെന്ന് രവീന്ദ്ര വ്യക്തമാക്കി. രവീന്ദ്ര ഒരു ഇന്ത്യൻ വംശജനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുപോലത്തെ പ്രകടനമാണ് രവീന്ദ്ര പുറത്തെടുത്തത്. കളിയിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയത് രവീന്ദ്രയായിരുന്നു. പക്ഷേ രവീന്ദ്ര ആ ട്രോഫി കോഹ്ലിക്ക് കൊടുത്തത് താരത്തിന്റെ നല്ല മനസ്സാണെന്നാണ് ആരാധകർ പറയുന്നത്. രവീന്ദ്രയുടെ മനസ്സിൽ താനൊരു ഇന്ത്യക്കാരനാണെന്ന ബോധമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കോഹ്ലിക്ക് ആ ഒരു അവാർഡ് കൊടുത്തത്. ഗോൾഡൻ ബാറ്റ് കോഹ്ലിക്ക് കിട്ടണമെന്ന് ആരാധകർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോഹ്ലിക്ക് ഫോം ആകാൻ സാധിച്ചില്ല. എന്തായാലും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി ലഭിക്കുന്നത്. ധോണിക്ക് ശേഷം രോഹിത് ശർമ്മയാണ് ഇന്ത്യക്ക് അത് നേടിത്തന്നത്. അതുകൊണ്ട് ആരാധകരും ഇപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.